Hello all, welcome back to Score Academy. We will discuss illumination എന്ന ടോപ്പിക്കിലെ കുറച്ച് ടേംസ് ആണ്. നമുക്ക് ഏറ്റവും നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടേംസ് തന്നെയാണ്. പക്ഷേ ഒരു ക്വസ്റ്റ്യനിൽ ഇത് കാണുമ്പോൾ പലപ്പോഴും നമുക്ക് കൺഫ്യൂസിംഗ് ആണ്. കാരണം എല്ലാം ഏകദേശം ഒരുപോലെ തോന്നും അല്ലേ? ലൂമിനസ് ഫ്ലക്സ്, ലൂമിനസ് ഇന്റൻസിറ്റി, ഇലൂമിനേഷൻ, ലൂമിനൻസ് ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം. അതിന്റെ യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ യൂണിറ്റ് ഓർത്തിരിക്കാനുള്ള വഴിയും ഞാൻ പറഞ്ഞതാണ്. ചെറിയ ഷോർട്ട് കട്ടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? LFL, LIC എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇനി അതോടൊപ്പം തന്നെ ഈ ടേംസ് തന്നിരിക്കുന്ന ടേംസ് എത്രയും പെട്ടെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചെറിയൊരു കോഡ് നമ്മൾ പറയുന്നുണ്ടാവും. അതും കൂടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കേട്ടിരിക്കുക. സിമ്പിളാണ്, വെറുതെ കേട്ടിരുന്നാൽ മതി. ഇതിൽ നോട്ടൊന്നും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ടേംസിന്റെ ഡെഫിനിഷൻ എങ്ങനെ ഓർത്തിരിക്കാന്ന് അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു സോളിഡ് ആംഗിൾ എന്താണെന്ന് കൂടെ ഒന്ന് റിവൈസ് ചെയ്യണം. എന്തായിരുന്നു സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്? നമ്മളൊരു ഏരിയ എടുക്കുകയാണെങ്കിൽ ആ ഏരിയ സെന്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ് സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് എന്തായിരുന്നു? ഇറ്റ് ഇസ് സ്റ്റെറേഡിയൻ ആയിരുന്നു അല്ലെ? സ്റ്റെറേഡിയൻ ആയിരുന്നു. A/r², ഈ ഏരിയ ഡിവൈഡ് ബൈ ഈ ഡിസ്റ്റൻസ് സ്ക്വയർ, A/r². അതാണ് ഈ റേഷ്യോ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. എഗെയിൻ നമ്മൾ ഈ പറഞ്ഞ ഏതൊരു ടേം ആണെങ്കിലും നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഇൻ ടേംസ് ഓഫ് സ്റ്റെറേഡിയൻ അല്ലെങ്കിൽ സോളിഡ് ആംഗിളിന്റെ ടേംസിലായിരിക്കും. നമുക്ക് ഡയറക്റ്റ്ലി തന്നെ ഓരോ ടേം ആയിട്ട് പോകാം. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് ഈ 4 ടേംസും എങ്ങനെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ഐഡന്റിഫൈ ചെയ്യും. കാരണം ഈ ടേം ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ടേം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് പലർക്കും കൺഫ്യൂസിംഗ് ആണ്. ഇത് സിമ്പിൾ ടോപ്പിക് ആണ്, പക്ഷേ ഇങ്ങനെ ഒരേപോലത്തെ ടേംസ് ആയതുകൊണ്ട് പലപ്പോഴും കൺഫ്യൂസിംഗ് വരും. അതെങ്ങനെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാമെന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഇലുമിനേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു ടേം ഓർക്കുക, ഫീൽ ചെയ്യുക. അതായത് ഈ ഒരു സബ്ജക്റ്റിനെ ഒന്ന് ഫീൽ ചെയ്യുക. ആ ഫീലിന്റെ സ്പെല്ലിംഗ് എന്താണ്? FIEL. FIEL. ലൂമിനസ് ഫ്ലക്സ്, ഇന്റൻസിറ്റി, ഇലുമിനേഷൻ ആൻഡ് ലൂമിനൻസ്. ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിന്റെ യൂണിറ്റും അതുപോലെ തന്നെ ഇത് എന്താണ് മീൻ ചെയ്യുന്നത് നമ്മളിപ്പോൾ പറയുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ F എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ലൂമിനസ് ഫ്ലക്സ് ആണ്. നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് ടേം ആണ് ലൂമിനസ് ഫ്ലക്സ് ആണ്. F ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫ്ലക്സ് ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കുക, കാരണം ഈ ഒരു ക്വസ്റ്റ്യനിൽ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ നാല് ടേംസും FIEL എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലക്സ് ആണ്. അതിന്റെ യൂണിറ്റ് നമുക്കറിയാം എന്തായിരുന്നു? ലൂമെൻസ് ആയിരുന്നു അല്ലേ? ലൂമെൻസ് ആയിരുന്നു, LM ആയിരുന്നു. ഇതാണ് ഞാൻ LFL എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞത്. അങ്ങനെ ഓർത്തിരിക്കാനാണ് ഞാൻ പറഞ്ഞത് അല്ലേ? ഇനി I എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ I വരുന്നത് എവിടെയാണ്? ലൂമിനസ് ഇന്റൻസിറ്റിയിലാണ് I വരുന്നത്. അതുകൊണ്ട് I എന്ന് പറയുന്നത് നിങ്ങൾ ലൂമിനസ് ഇന്റൻസിറ്റി ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ദാറ്റ് ഈസ് I ഫോർ ലൂമിനസ് ഇന്റൻസിറ്റി. ഈ ഇന്റൻസിറ്റി എന്തായിരുന്നു? നമ്മൾ ഇപ്പോൾ പഠിച്ച ലൂമൻസ് ബൈ സ്റ്റെറേഡിയൻ ആണ്. സോളിഡ് ആംഗിൾ ആണ്. അതായത് നമുക്ക് എന്ത് പറയാം? ലൂമൻ പെർ സ്റ്റെറേഡിയൻ എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതാണ് എന്ത്? ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റും അതുപോലെ തന്നെ അത് മീൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് E എന്ന് പറയുന്ന ടേമാണ്. നമ്മൾ I തന്നെ വീണ്ടും അത് ഫില്ല് ചെയ്യുന്നില്ല. അതിന് പകരം E എന്ന് പറയുന്ന ടേം എടുത്തു. E എന്താണ്? E ഈസ് നത്തിങ് ബട്ട് ഇലൂമിനേഷൻ. ഇലൂമിനേഷൻ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് E വെച്ചിട്ടാണ് അല്ലേ? അപ്പോൾ ഇലൂമിനേഷൻ എന്ന് പറയുന്നത് ആ E വെച്ചിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഇലൂമിനേഷൻ ആണ് E എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നതാണ് ഇതേ ലൂമൻ പെർ മീറ്റർ സ്ക്വയർ ചെയ്താൽ മതി. ഇത് ലൂമൻസ് ആണ് ഫ്ലക്സ്, ലൂമൻ പെർ സ്റ്റെറേഡിയൻ ആണ് ഇന്റൻസിറ്റി. ഈ ലൂമൻ പെർ മീറ്റർ സ്ക്വയർ അതായത് ഏരിയ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ഇലൂമിനേഷൻ കിട്ടും. ഇലൂമിനേഷൻ കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ FIEL ഇങ്ങനെ തന്നെ ഓർത്തിരിക്കുക. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. ഇനി നിങ്ങൾ ഇത് റിവൈസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇനി L എന്ന് പറയുന്നത് എന്താണ്? ലൂമിനൻസ് ആണ്. ഒരേ ഒരു ടേം മാത്രമേ ഉള്ളൂ, ലൂമിനൻസ്. ബാക്കി ഒന്നിനും നിങ്ങൾ എന്തെടുക്കേണ്ട? ഈ ലൂമിനൻസ് എന്ന് പറയുന്ന ടേം എടുക്കേണ്ട ആവശ്യമില്ല. ഇതെടുക്കേണ്ട, ഇതിനും എടുക്കേണ്ട. ആകെ നിങ്ങൾ എടുക്കേണ്ട എന്താണ്? F എടുക്കുക, I എടുക്കുക. ഈ ഇലൂമിനേഷന് പകരം E എന്ന് എടുക്കുക. കാരണം നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇലൂമിനേഷൻ ആണ് അല്ലേ? അങ്ങനെ ഓർത്തിരിക്കുക. ഇത് ലൂമിനൻസ് ആണ്. ഈ ലൂമിനൻസ് എന്ന് പറയുന്നത് എന്താണ്? ലൂമിനൻസ് ഇസ് നത്തിങ് ബട്ട് ലൂമൻ പെർ സ്റ്റെറേഡിയൻ പെർ മീറ്റർ സ്ക്വയർ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് എല്ലാത്തിൻ്റെയും കൂടി ഒരു റേഷ്യോ ആണെന്ന് ഓർത്തിരിക്കുക. നമുക്ക് ഓൾറെഡി തന്നെ നമ്മൾ പഠിച്ചതാണിത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഓർത്തിരിക്കുക, FIEL എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഏതൊരു ടേം തന്നാലും ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ആയിട്ട് ഇത് എന്താണ് മീൻ ചെയ്യുന്നത്, ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പോയിന്റ് ക്ലിയർ ആണല്ലോ? സോ ഈ ഒരു ടേം മാത്രം ഓർത്തിരിക്കുക, FIEL. ഇലിമിനേഷൻ്റെ എല്ലാ ടേംസും നമുക്ക് ഈ ഒരു കോഡിലൂടെ ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത്, ഞാൻ നേരത്തെ പറഞ്ഞ സോളിഡ് ആംഗിൾ നമുക്ക് എന്താണെന്ന് അറിയാം. അതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ. കാരണം സോളിഡ് ആംഗിൾ ഇതായിരുന്നു. സോളിഡ് ആംഗിൾ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. ദ സോളിഡ് ആംഗിൾ സബ്റ്റൻഡ് ബൈ ആൻ ഏരിയ ഓഫ് 2400 സ്ക്വയർ സെന്റിമീറ്റർ ഓൺ ദി സർഫസ് ഓഫ് എ സ്ഫിയർ ഓഫ് ഡയമീറ്റർ 1.2 മീറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഏരിയ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണ്? ഏരിയ ഇസ് ഗിവൺ ടു ബി 2400 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ബൈ സ്ക്വയർ ഓഫ് റേഡിയസ്. ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? 1.2 മീറ്റർ ആണ് അല്ലേ? റേഡിയസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? is equal to 0.6 മീറ്റർ ആയിരിക്കും. അത് എത്രയാണ്? 60 സെന്റിമീറ്റർ ആണ് അല്ലേ? അങ്ങനെ വരുമ്പോൾ A/r² എന്ന് പറയുന്നത് സോളിഡ് ആംഗിൾ കണ്ടുപിടിക്കണം. ഏരിയ തന്നിട്ടുണ്ട് എത്രയാണ്? ഇറ്റ് ഇസ് ഗിവൺ ടു ബി 2400
100 centimeter square by 60 into 60 രണ്ടും സെന്റിമീറ്ററിൽ തന്നെ ഇട്ട് ചെയ്യുക 2/3 ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതാണ് ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വിൽ ബി ദ ടോട്ടൽ ഫ്ലക്സ് എമിറ്റഡ് ബൈ എ സോഴ്സ് ഓഫ് 60 കാൻഡിൽ പവർ. 60 കാൻഡിൽ പവർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഈ 60 കാൻഡിൽ പവർ എന്ന് എന്താണ്? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. വാട്ട് ഇസ് കാൻഡിൽ പവർ? കാൻഡിൽ പവർ എന്ന് പറയുന്നത് LIC നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ലൂമിനസ് ഇന്റൻസിറ്റി ആണ് കാൻഡില അല്ലെങ്കിൽ കാൻഡിൽ പവർ കൊണ്ടും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വി നോ ദാറ്റ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ലൂമൻ പെർ സോളിഡ് ആംഗിൾ ആണ്, അല്ലെങ്കിൽ സെറേഡിയൻ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഫ്ലക്സ് ആണെങ്കിൽ ഈ പറയുന്ന ഇന്റൻസിറ്റി ഇൻറ്റു സോളിഡ് ആംഗിൾ ചെയ്താൽ മതി. പക്ഷേ ഇവിടുത്തെ സോളിഡ് ആംഗിൾ എന്താണ്? കാരണം ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. വാട്ട് വിൽ ബി ദ ടോട്ടൽ ഫ്ലക്സ് ആണ്. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ ആ ഒരു സോഴ്സിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും ഉണ്ടാവുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യപ്പെടുന്ന ഫ്ലക്സ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എല്ലാ ഡയറക്ഷനിലും എമിറ്റ് ചെയ്യുന്നത് എന്താണ്? ആ സ്പിയർ ആണ് അല്ലേ? അതായത് 4π ആണ് എന്ത് ഇവിടുത്തെ സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ഇവിടെ നോക്കുക. ലൂമിനസ് ഡിഫൈൻ as the luminous flux emitted in a unit solid angle by a source of 1 candle power. അങ്ങനെയെങ്കിൽ ഇവിടെ ലൂമൻസ് ടോട്ടൽ ലൂമൻസ് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? കാൻഡിൽ പവർ ഇൻറ്റു സോളിഡ് ആംഗിൾ ചെയ്താൽ മതി. ഇവിടുത്തെ കാൻഡിൽ പവർ എത്രയായിരുന്നു? 60 ആയിരുന്നു. ഇൻറ്റു സോളിഡ് ആംഗിൾ എത്രയാണ്? ഇവിടെ 4π ആണ്. കാരണം എന്താ? എല്ലാ ഡയറക്ഷനിലുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? വാട്ട് വിൽ ബി ദ ടോട്ടൽ ഫ്ലക്സ് എമിറ്റഡ് ബൈ ദി സോഴ്സ്. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ഡയറക്ഷനോട്ടും എമിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് സ്പിയർ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു വെറുതെ 4π കൊണ്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആൻസർ എന്ന് പറയുന്നത് 4π into 60 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 754. അതായത് 3.14. ദാറ്റ് ഇസ് പൈ into 4 into 60 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ലൂമൻസ് കിട്ടും. സിമ്പിൾ ക്വസ്റ്റൻ അല്ലേ? ഇനി ഈ ഏരിയ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു സോഴ്സ് തന്നിട്ടുണ്ട്. ആ സോഴ്സ് കാരണം ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് 2 പോയിന്റ് എടുക്കാം. ഇവിടെ ഒരു P ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു Q ഉണ്ട്. ഈ Pയിലോ Qയിലോ, ഈ P എന്ന് പറയുന്നത് എവിടെ വേണോ ആവാം. അപ്പോൾ Pയിലോ Qയിലോ ഉണ്ടാവുന്ന ഇലൂമിനേഷൻ, ഈ ഇലൂമിനേഷൻ എത്രയാണ് എന്ന് നമുക്ക് ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് ഓഫ് ഓൾ ദ ഇലൂമിനേഷൻ അറ്റ് പോയിന്റ് P. ഈ ഒരു പോയിന്റ് Pയിലുള്ള ഇലൂമിനേഷൻ കണ്ടുപിടിക്കണം. ആര് കാരണമാണ്? ഈ സോഴ്സ് കാരണം. ഈ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഹാവിംഗ് എ ലൂമിനസ് ഇന്റൻസിറ്റി I, ക്യാപിറ്റൽ I ആണ് തന്നിരിക്കുന്നത്. ആ I കാരണം അല്ലെങ്കിൽ ഈ ലൂമിനസ് ഇന്റൻസിറ്റി I കാൻഡില ഉള്ള ഒരു ഇതെന്താണ്? കാൻഡില ഓർ കാൻഡിൽ പവർ. ഇത്രയും വാല്യൂ ഉള്ള ഒരു സോഴ്സ് കാരണം ഈ ഒരു പോയിന്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിലോ ഉണ്ടാവുന്ന ഇലൂമിനേഷൻ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് 2 രീതിയിൽ പറയാം. ഒന്ന്, ഈ പോയിന്റ് എന്ന് പറയുന്നത് P എന്ന് പറയുന്ന പോയിന്റ് ആവാം, Q എന്ന് പറയുന്ന പോയിന്റ് ആവാം. Q എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഇതിന്റെ നേരെ താഴെയുള്ള പോയിന്റ് ആണ് അല്ലേ? ഇറ്റ് ഈസ് മേക്കിംഗ് എൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. അതാണെങ്കിൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഈ സോഴ്സിന്റെ ഈ സോഴ്സ് കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇലൂമിനേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഇന്റൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും ആൻഡ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഈ ഡിസ്റ്റൻസ്. ക്ലിയർ ആണോ? അതാണ് എന്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു പോയിന്റ് അറ്റ് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് Q ദാറ്റ് ഈസ് ഇലൂമിനേഷൻ അറ്റ് Q ഇസ് നത്തിങ് ബട്ട് I by ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബൈ H സ്ക്വയർ D സ്ക്വയർ എന്ത് വേണോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പോലെ ഒരു വാല്യൂ എടുക്കുക. ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇത് എവിടെയാണ്? അറ്റ് Q ആണ്. ഇത് നമുക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നു? കാരണം ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. കാരണം Qയും ഈ പോയിന്റും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി തന്നെ I by H സ്ക്വയർ എന്ന് പറയാം. ഇതെന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ്ലി നമുക്കിവിടെ വേറെ ആംഗിൾ ഓഫ് ഈ പറയുന്ന റേ എന്ന് പറയുന്ന പെർപെൻഡിക്കുലർ തന്നെ ഈ സർഫസിൽ വന്ന് അല്ലെങ്കിൽ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വന്ന് വീഴുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോമിൽ ഉപയോഗിച്ചാൽ മതി. അവിടെ എന്താണ്? ഇവിടുത്തെ ഇലൂമിനേഷൻ അറ്റ് Q എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇന്റൻസിറ്റി ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് അല്ലേ? ഇത് എപ്പോൾ മാത്രമേ പറ്റുള്ളൂ? ഇത് 90 ഡിഗ്രി ആയിരിക്കും മാത്രം. ഇത് തന്നെയാണ് എന്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത്. ആ പോയിന്റ് ക്ലിയർ ആണല്ലോ? ഇനി രണ്ടാമത്തെ പോയിന്റ് P എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എന്താണ് Pയുടെ പ്രത്യേകത? എന്താണ് P എന്ന് പറയുന്നത്? ഈ Pയിൽ ഈ സോഴ്സ് കാരണം വന്ന് ലൈറ്റ് റേ വന്ന് വീഴുന്നത് എന്താണ്? ഇറ്റ് ഇസ് മേക്കിംഗ് എൻ ആംഗിൾ ഓഫ് തീറ്റ. ആ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ ഇസ് ദ ആംഗിൾ. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദി ലൈറ്റ് റേ വിത്ത് റെസ്പെക്ട് ടു ദി നോർമൽ ഓഫ് ദിസ് പെർട്ടിക്കുലർ സർഫസ്. ഈ സർഫസിന്റെ നോർമലും ഈ ലൈറ്റ് റേയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇതൊക്കെ. അപ്പോൾ അത് ഈ സോഴ്സ് കാരണം ഹാവിങ് എൻ ഇന്റൻസിറ്റി ഓഫ് I, അത് കാരണം ഈ പോയിന്റ് P ഉണ്ടാകുന്ന ഇലിമിനേഷൻ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഓഫ് കോഴ്സ് I ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് സോഴ്സും ഈ ഒരു പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇതേപോലെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എന്താണ്? I by R സ്ക്വയർ തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഇവിടെ ഒരു ആംഗിൾ ഉള്ളതുകൊണ്ട് ഈ സർഫസും ഈ ഒരു ലൈറ്റ് റേയും തമ്മിൽ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവിടുത്തെ നമ്മൾ ഫോർമുലയിൽ യൂസ് ചെയ്യാൻ പോകുന്ന ആംഗിൾ എന്താണ്? ഈ സർഫസിന്റെ നോർമലും ഈ ലൈറ്റ് റേയും, ഇതാണ് ലൈറ്റ് റേ എന്ന് പറയുന്നത് അല്ലേ? ആ ലൈറ്റ് റേയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. അതിൻ്റെ കൊസൈനെയും ഡിപ്പെൻഡ് ചെയ്യും ഇൻറ്റു കൊസൈൻ ഓഫ് തീറ്റ. പക്ഷേ ശ്രദ്ധിക്കുക, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തീറ്റ ആയിരിക്കില്ല തന്നിരിക്കുക, ഫൈ ആയിരിക്കും തന്നിരിക്കുക. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇതേ ഉള്ളൂ എന്ത് ഇലിമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ആകെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം.
അപ്പോൾ ഞാനിപ്പോൾ എന്താ പറഞ്ഞത്, 2 പോയിന്റ് ഈ സോഴ്സ് കാരണം ഇവിടെ ഒരു Q എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ P എന്ന് പറയുന്ന പോയിന്റ് എവിടെ വേണം വരാം, which is at an angle of theta അല്ലേ. അപ്പോൾ അത് നോക്കുക, ഇലിമിനേഷൻ അറ്റ് എ പോയിന്റ് P is എന്താണ്, EP is equal to I/R² into cos of theta. Theta എന്ന് പറയുന്നത് എന്താണ്, it is the angle made by the normal to the surface to the and എന്താണ് ഈ ലൈറ്റ് റേ അല്ലെങ്കിൽ ഈ ലൈറ്റ് റേയുടെ ഡയറക്ഷനും ഈ നോർമൽ ടു ദി സർഫസും മേക്ക് ചെയ്യുന്ന ആംഗിളിന്റെ കൊസൈൻ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, ലാംബർട്ട്സ് കൊസൈൻ ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് പറയാം, ഏതെങ്കിലും ഒരു സർഫസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലുമിനേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അതെന്ന് പറയുന്നത് നമുക്ക് 2 രീതി കണ്ടുപിടിക്കാം. ഒന്ന് ഇൻവേഴ്സ് സ്ക്വയർ ലോ കണ്ടുപിടിക്കാം. അത് എങ്ങനെയാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ലൈറ്റ് റേയും സർഫസും തമ്മിൽ ഒരു ആംഗിളിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും, ലാംബർട്ട്സ് കൊസൈൻ ലോ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇതും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഈ പോയിന്റ് ക്ലിയർ ആണല്ലോ, ഇനി ഒരിക്കലും ഇത് മറക്കില്ലല്ലോ, നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല. അപ്പോൾ നോക്കുക, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, the inverse square law is only applicable for surfaces if the surface is normal to the line of flux. നോർമൽ ടു ദി ലൈൻ ഓഫ് ഫ്ലക്സ്, ഇതാണ് ലൈൻ ഓഫ് ഫ്ലക്സ്, സർഫസ് നോർമൽ ആണ്. അവിടെയാണെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്താൽ മതി, ഇത് അപ്ലൈ ചെയ്താൽ മതി. ഇനി ആൻഡ് ലാംബർട്ട്സ് കൊസൈൻ ലോ is applicable for surfaces if the surface is inclined by an angle to the line of flux. കണ്ടോ, ഈ ലൈൻ ഓഫ് ഫ്ലക്സും ഈ ഇത് സർഫസുമായിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാം, ഇതേ ഫോർമുല തന്നെ എവിടെ ആപ്ലിക്കബിൾ ആണ്. എങ്ങനെയാണ്, കാരണം ഇവിടുത്തെ ഇലിമിനേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, I/R² into cos of theta ആണ്. തീറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദി ലൈറ്റ് റേ വിത്ത് റെസ്പെക്ട് ടു ദി നോർമൽ ഓഫ് എന്താണ്, സർഫസ് ആണ്. ഈ സർഫസിന് നോർമൽ എന്ത് തന്നെയാണ്, ഇത് തന്നെയാണ്. ലൈറ്റ് റേ എങ്ങനെയാണ് വരുന്നത്, ഇത് തന്നെയാണ്. അപ്പോൾ തീറ്റ ഇവിടെ എന്താണ്, തീറ്റ ഈസ് ഈക്വൽ ടു 0 ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും I/R² into cos of 0 എന്നും I/R², അവിടെയും വാലിഡ് ആണ്. ഇവിടെ ആറിന് വരെ എന്താണ്, ഇവിടുത്തെ ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഡിസ്റ്റൻസ് എപ്പോഴും ഈ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ H ആണ്, ഇവിടെ ആണെങ്കിൽ എന്താണ്, R ആണ്. അത് കണ്ടുപിടിക്കുന്നതിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഏതൊരു പ്രോബ്ലത്തിലും. എല്ലാ പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തന്നെ സോൾവ് ചെയ്യാം. പോയിന്റ് ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ മാത്രം, ഏതെങ്കിലും ഒരു ആംഗിളാണ് വരുന്നതെങ്കിൽ ലാംബർട്ട്സ് കൊസൈൻ ലോ ഉപയോഗിക്കാം. അങ്ങനെ തിയററ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. എഗെയിൻ ജസ്റ്റ് ഒരു റിവിഷൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ നോർമൽ ആണെങ്കിൽ, നോർമൽ സർഫസ് ആണെങ്കിൽ, അല്ലെങ്കിൽ മേക്കിംഗ് എൻ ആംഗിൾ ആണെങ്കിൽ, രണ്ട് ഞാൻ പറഞ്ഞു. ക്ലിയർ ആണല്ലോ. ഓക്കെ, I/R² into cos of theta ആണ്. ഇനി നമുക്ക് എന്നെ ബേസ് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ചെയ്തോളാം. അതായത് ലാംബർട്ട്സ് കൊസൈൻ ലോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് ഒന്ന് നോട്ട് റെഫർ ചെയ്ത് നോക്കുക. അപ്പോൾ the illumination at a point on a working plane directly below the lamp. കണ്ടോ, ഇവിടെ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പറഞ്ഞിരിക്കുന്നത് എന്താ, ഇലുമിനേഷൻ അറ്റ് എ പോയിന്റ്, അതായത് E at a point ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് E at a point എവിടെയാണ്, on a working plane directly below the lamp. directly below the lamp എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ലാമ്പ് ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ട് താഴെയായിട്ട്, അതായത് മീൻ ഇൻഡയറക്ട്ലി പറഞ്ഞിരിക്കുന്നത് എന്താ, 90 ഡിഗ്രി ആണ് അത് മേക്ക് ചെയ്യുന്നത് അല്ലേ. directly below the lamp is to be 64 ലൂമൻ പെർ മീറ്റർ സ്ക്വയർ. അതായത് ഇവിടുത്തെ ഇലുമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, ലൂമൻ പെർ മീറ്റർ സ്ക്വയർ ആണ്. എത്ര ലൂമൻ പെർ മീറ്റർ സ്ക്വയർ, 64 ലൂമൻ പെർ മീറ്റർ സ്ക്വയർ ആണ്. ദ ലാമ്പ് ഗീവ്സ് 144 കാൻഡില യൂണിഫോംലി ബിലോ ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ. അതായത് ഇവിടുത്തെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 144 CD ആണ്. ക്ലിയർ ആണോ. അപ്പം നമുക്ക് ആ ഇത് മാത്രം ആലോചിച്ചിരുന്നാൽ മതി. FIEL, അതിൽ ഇന്റൻസിറ്റി തന്നിട്ടുണ്ട്, ഇലൂമിനേഷൻ തന്നിട്ടുണ്ട് അല്ലേ. ഇനി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഡിറ്റർമിൻ ദി ഹൈറ്റ് അറ്റ് വിച്ച് the lamp is suspended, the illumination at a point on the working plane 1.5 meter away from the vertical axis of the lamp ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഈ ലാമ്പിന്റെ ഹൈറ്റ് എത്രയാണ്, എത്ര ഹൈറ്റിലാണ് അത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് എന്താണ് തന്നിരിക്കുന്നത്, at Q ആണ് തന്നിരിക്കുന്നത്. ഇതാണ് Q എന്ന് പറയുന്ന പോയിന്റ് അല്ലേ. പറഞ്ഞിരിക്കുന്നത് P എന്ന് പറയുന്ന പോയിന്റ് which is at a distance of 1.5 meter from Q, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ at P കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേർ P is a point located at എന്താണ്, see the illumination at a point on the working plane 1.5 meter away from the vertical axis of the lamp. ഈ രണ്ടുമാണ് കണ്ടുപിടിക്കുന്നത്. ഡയറക്റ്റ്ലി തന്നെ നമുക്ക് കണ്ടുപിടിച്ചൂടെ, ഈ വാല്യൂസ് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഇലുമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന E ആണെന്ന് അറിയണം, അതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ I എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റി, ലൂമിനസ് ഇൻറ്റൻസിറ്റി ആണെന്ന് അറിയാം, അതിൻ്റെ യൂണിറ്റ് കാൻഡിലയാണെന്ന് അറിയണം. ഇത് ലൂമൻ പെർ മീറ്റർ സ്ക്വയർ എന്നറിയണം, അല്ലെങ്കിൽ ലക്സ് എന്നറിയണം. അതൊക്കെ നമ്മൾ എന്താണ് ഓൾറെഡി തന്നെ നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അത് തന്നെ നോക്കാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, നമുക്ക് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് സോഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. സോഴ്സ് ഇവിടെ അറ്റ് എൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. ഇതാണ് എന്ത്, എ എന്ന് പറയുന്ന പോയിന്റിൽ ഉള്ള വാല്യൂ ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് ദ ഇലുമിനേഷൻ ജസ്റ്റ് ബിലോ ദി ലാമ്പ്. EA ആണ് തന്നിരിക്കുന്നത്. എത്രയാണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 64 എന്നല്ല പറഞ്ഞിരിക്കുന്നത്, 64 ലൂമൻ പെർ മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട് ആണല്ലോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും, I/H² എന്ന് വരും.
ഡൗട്ട് ഒന്നുമില്ലല്ലോ, I/h² ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് h കണ്ടുപിടിച്ചൂടെ? അപ്പോൾ EA is equal to 64 is equal to illumination is equal to 64 is given by I/h². I തന്നിട്ടുണ്ട് എത്രയാണ്? I എന്ന് പറയുന്നത് it is equal to 144 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 144/h² ആണ് അല്ലേ ഇൻറ്റൻസിറ്റി. അപ്പോൾ h² എന്ന് പറയുന്നത് 144/64 ആണ്. h നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 2.25 ആയിരിക്കും. അതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1.5 മീറ്റർ എന്ന് കിട്ടും. യാതൊരു ഡൗട്ടും ഇല്ലല്ലോ, സിമ്പിളാണ്, സോൾവ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് തന്നെയാണ് തന്നിരിക്കുക. ഇനി നമുക്ക് വേണ്ടത് അറ്റ് പോയിന്റ് ബി ആണ്. അറ്റ് പോയിന്റ് ബി എന്ന് പറയുന്നത് 1.5 മീറ്റർ അവേ, ഇത് 1.5 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ ഒരു പോയിന്റിൽ, നമുക്ക് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ഈ ഒരു പോയിന്റിലെ ഡിസ്റ്റൻസ് മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ. നമുക്കറിയാം ഒരു ആംഗിൾ, അതായത് സോഴ്സും ഇതുമായിട്ടൊരു ആംഗിൾ ഉണ്ടെങ്കിൽ ആ ആംഗിളിൻ്റെ കൊസൈൻ്റെ വാല്യൂവിനെയും ഡിപ്പെൻഡ് ചെയ്യും എന്ത്? ആ ഒരു പോയിന്റിലുള്ള ഇലൂമിനേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഇ എന്ന് പറയുന്നത്, ഈ അറ്റ് ബി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു I/, ആ distance of point B from that source into cosine of theta. അപ്പോൾ തീറ്റ കണ്ടുപിടിക്കണം, അത് മാത്രമേ ഇവിടുത്തെ ജോലിയുള്ളൂ. R കണ്ടുപിടിക്കണം. R എന്ന് പറയുന്നത് എത്രയാണ്? ഇത് 1.5 ആണ്, ഇതും 1.5 ആണ്. അങ്ങനെയെങ്കിൽ R എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1.5² പ്ലസ് 1.5 ദാറ്റ് ഇസ് ഈക്വൽ ടു, നമുക്ക് എന്ത് വരും? ദാറ്റ് ഇസ് ഈക്വൽ ടു √2 ടൈംസ്, ഇറ്റ് ഇസ് ഈക്വൽ ടു √2 ടൈംസ് 1.5 എന്ന് കിട്ടും. ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പോൾ അതാണ് R എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് I അറിയാം. വാട്ട് ഇസ് I? I is equal to 144 divided by 2 into 1.5², 2.25 എന്ന് കിട്ടും അല്ലേ. അതാണ് നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ. ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറയുന്നത് നമുക്കറിയാം, തീറ്റ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ നോർമൽ ആൻഡ് ദി ലൈറ്റ് റേ. അപ്പോൾ ആ നോർമലും ലൈറ്റ് റേ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ലൈറ്റ് റേ ഇതാണ് തീറ്റ. അത് തന്നെയാണ് എന്ത്? ഈ തീറ്റ എന്ന് പറയുന്നത്. നമുക്ക് ഈ തീറ്റ ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഈ തീറ്റ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു, നമുക്ക് ഇങ്ങനെ എടുക്കാം, കോസ് തീറ്റ അല്ലേ. അത് മാത്രമല്ല നമുക്ക് ഡയറക്റ്റ്ലി തന്നെ പറയാം, ഈ രണ്ടിതും സെയിം ആണ്. നമുക്കിവിടെ റൈറ്റ് ആംഗിൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ദിസ് തീറ്റ വിൽ ബി ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് നമുക്ക് പറയാം. അത് തന്നെയായിരിക്കും എന്ത്? ഈ 45 ഡിഗ്രി. അത് തന്നെയായിരിക്കും ഈ 45 ഡിഗ്രി. അങ്ങനെയെങ്കിൽ ഇറ്റ് ഇസ് ഈക്വൽ ടു കോസ് ഓഫ് 45 ഡിഗ്രി എന്ന് പറയാം. ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നത് ദാറ്റ് ഇസ് 144. ഇവിടെ ഒരു 2 കൂടെ ഉണ്ട്, ഒരു 2 കൂടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം നമുക്ക് കറക്റ്റായിട്ട് ഫോർമുല എഴുതിയിട്ടുണ്ട് 144/2 into 1.5 അല്ലേ. കാരണം ഇവിടെ √2 ടൈംസ് 1.5 ആണ്. അപ്പോൾ 2 into 1.5 the whole square into cos 45. ആൻസർ നിങ്ങൾക്ക് കറക്റ്റ് 22.62 ലക്സ് എന്ന് തന്നെ കിട്ടും. കാരണം എന്താണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഇലൂമിനേഷൻ ആണ്. ഇലൂമിനേഷൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഇസ് ഈക്വൽ ടു ലക്സ് ആയിരുന്നു, അല്ലെങ്കിൽ ലൂമൻ പെർ മീറ്റർ സ്ക്വയർ ആയിരുന്നു അല്ലേ. ലൂമൻ പെർ മീറ്റർ സ്ക്വയർ ഓർ ലക്സ് എങ്ങനെ വേണോ വരാം. ഇലൂമിനേഷൻ അറ്റ് പോയിന്റ് ബി ആൻഡ് എ നമ്മൾ കണ്ടുപിടിച്ചു. ബി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് അല്ലെങ്കിൽ ഇറ്റ് ലൈസ് അറ്റ് an angle of phi, അല്ലെങ്കിൽ ഈ പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ലൈറ്റ് റേ ആയിട്ട് ഒരു ഫൈ എന്ന് പറയുന്ന ഒരു ആംഗിളിലാണ് ലൈ ചെയ്യുന്നത് അല്ലേ. ഫൈ എന്ന് പറയുന്ന ഒരു ആംഗിളിലാണ് അത് ലൈ ചെയ്യുന്നത്. നമുക്ക് അപ്പോൾ അതിന് കറസ്പോണ്ടിങ്ങിലുള്ള ഇലിമിനേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഫോർമുല അറിയാം. അതായത് തീറ്റയുടെ ടേംസ് നമുക്ക് കണ്ടുപിടിക്കാം. തീറ്റ എന്ന് പറയുന്നത് മറന്നു പോകരുത്, നോർമലും ഈ ലൈറ്റ് റേയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. ചില ക്വസ്റ്റ്യനിൽ തീറ്റയ്ക്ക് വരും ഫൈ ആയിരിക്കും തന്നിരിക്കുക, അതും ഓർത്തിരിക്കുക. അപ്പോൾ ഈ പോയിന്റ് ഒരിക്കലും ഇനി തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. സിമ്പിളാണ്, നമ്മൾ എല്ലാ രീതിയിലും സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കുക. ഫ്രം എ യൂണിഫോം ലൈറ്റ് സോഴ്സ് ഹാവിംഗ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ LIC, ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? കാൻഡില ആയിരിക്കും അല്ലേ. സോ 300 കാൻഡില, അതായത് 300 കാൻഡില. ഇതെന്താണ്? I ആണ് എന്ത്? 300 കാൻഡില എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. There exists a plane surface 15 meter below. The value of the illumination at a point on the plane surface where the luminous flux rays are inclined at an angle of 30 degree to the surface എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫിഗർ ഒന്ന് ഞാൻ വരയ്ക്കാം. നമ്മുടെ ഒരു സോഴ്സ് ഉണ്ട്, ആ സോഴ്സിൻ്റെ I ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു സർഫസ് ഉണ്ട്, ഈ സർഫസ് ഇതാണ് സർഫസ് എന്ന് പറയുന്നത്. നമുക്കൊരു പോയിന്റ് P പറഞ്ഞിട്ടുണ്ട് അല്ലേ. The value of illumination at a point on the plane surface where the luminous flux rays are inclined. അപ്പോൾ ഇതാണ് എൻ്റെ പോയിന്റ് P എന്ന് വിചാരിക്കുക. ഓക്കെ, പോയിന്റ് P. ഇനി 15 മീറ്റർ ബിലോ. 15 മീറ്റർ ബിലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത്. ഈ ഹൈറ്റ് 15 മീറ്റർ ആണ്. അതായത് H ആണ് എന്ത്? ഈ പറഞ്ഞിരിക്കുന്നത് H is equal to, that is here, H is equal to 15 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയിന്റ് P ലൈ ചെയ്യുന്നത് ഇവിടെയാണ്. ആ പോയിന്റ് Pയും ഈ പറയുന്ന ദാറ്റ് ഇസ് ഫ്ലക്സ് റേസ് ആർ ഇൻക്ലൈൻഡ് അറ്റ് an angle of 30 degree to the surface. 30 degree to the surface. ഇതാണ് സർഫസ്. ഇതുമായി 30 degree ഇൻക്ലൈൻ ചെയ്തിട്ടാണ് ആര് വന്നിരുന്നത്? ഈ ലൈറ്റ് റേസ് വരുന്നത്. അപ്പം നമുക്ക് ഈ പോയിന്റിലെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഫോർമുല എന്താണ്? I/R² into cos of 60 degree ആണ്.
തന്നിരിക്കുന്നത് 30 ഡിഗ്രിയാണ്. എന്തുകൊണ്ടാണ് ഞാൻ 30 ഡിഗ്രി എന്ന് എടുക്കാതെ 60 ഡിഗ്രി എന്ന് എടുത്തത്? കാരണം തന്നിരിക്കുന്നത് ഇതാണ്, നമ്മുടെ ഫോർമുലയിലുള്ള E = I/r² ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുന്ന ഈ തീറ്റ ആരാണ്? അവൻ ഈ നോർമലും ഇവനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്, ഈ ലൈറ്റ് റേ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്, അതാണ് തീറ്റ. പക്ഷേ തന്നിരിക്കുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് 30 ഡിഗ്രി അറിയാമെങ്കിൽ നമുക്ക് നോർമലും ഇതുമായിട്ടുള്ള ആംഗിൾ എന്താണ്? ഇതെന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 ഡിഗ്രി മൈനസ് 30 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു പോയിന്റ് മാത്രമേ നിങ്ങളോട് ശ്രദ്ധിക്കാനുള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. നോക്കുക, സോ ഹിയർ നമുക്കിവിടെ എച്ച് തന്നിട്ടുണ്ട്. എച്ച് ഈസ് ഈക്വൽ ടു 15 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർ നമുക്ക് കണ്ടുപിടിക്കാം. സി ഇവിടെ ആർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് ആണ്, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അത് നമുക്ക് കണ്ടുപിടിക്കാൻ എന്നുള്ളതുള്ളൂ. എച്ച് അറിയാം, ഇവിടെ നമുക്ക് തീറ്റ അറിയാം. തീറ്റ ഈ ഫൈ എന്ന് പറയുന്നതാണ് എത്ര? 30 ഡിഗ്രി. ഇതെന്ന് പറയുന്നത് 60 ഡിഗ്രി. അതറിയാമെങ്കിൽ ഈ തീറ്റ കണ്ടുപിടിക്കാം, അതറിയാമെങ്കിൽ എച്ച് അറിയാം, ആറും നമുക്ക് കണ്ടുപിടിക്കാൻ എന്നുള്ളതേ ഉള്ളൂ. സോ ആർ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 30 എന്ന് കിട്ടും അല്ലേ? കോസ് 60 എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻ ടേംസ് ഓഫ് എച്ച് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? ആർ ഈസ് ഈക്വൽ ടു 30 മീറ്റർ എന്ന് കിട്ടും. തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഐ എന്ന് പറയുന്നത് 300 ആണ്. അങ്ങനെയെങ്കിൽ ഇലൂമിനൻസ് അല്ലെങ്കിൽ ഇലൂമിനേഷൻ അറ്റ് പോയിന്റ് പി എന്ന് പറയുന്നത് ഇലൂമിനേഷൻ, അത് തന്നെയാണ് എന്ത്? ഇലൂമിനൻസ്. നമ്മളത് ബേസിക്സ് ക്ലാസ്സിൽ നോക്കിയതാണ്, നോക്കുക. അപ്പോൾ ഈ ഇലൂമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? I/r². ഈ r² ഇൻറ്റു കോസ് ഓഫ് 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.167 ലക്സ് എന്ന് കിട്ടും. ആ ഫോർമുലയും ഈ വാല്യൂസും കണ്ടുപിടിക്കുന്നത് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഇതിൽ ഒരു കൺഫ്യൂഷനും ഇനി ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പോയിന്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഇലൂമിനൻസ് അറ്റ് എ 0.5 മീറ്റർ ജസ്റ്റ് ബിലോ ദി ലാമ്പ് എമിറ്റിംഗ് 100 candles ആൻഡ് അറ്റ് എ 0.5 മീറ്റർ എവേ ഫ്രം ദി ഫസ്റ്റ് പോയിന്റ് ഓൺ ദി സെയിം ഹോറിസോണ്ടൽ പ്ലെയിൻ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്ക് 2 പോയിന്റ്സ് തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഞാനിവിടെ ആ റേഷ്യോ എന്താണ് തന്നിരിക്കുന്നത്? ഫസ്റ്റ് ദ ഇലൂമിനേഷൻ അറ്റ് എ പോയിന്റ് ജസ്റ്റ് 5 മീറ്റർ, അതായത് ഇതാണ് സോഴ്സ്. ഈ സോഴ്സിൽ നിന്ന് തൊട്ട് താഴെ 5 മീറ്റർ ലൈ ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് ആ പോയിന്റിന് നമുക്ക് ലെറ്റ്സ് സേ ഇറ്റ് ഈസ് എ. ഇതെന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ്, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഇലൂമിനൻസ് അറ്റ് 0.5 മീറ്റർ ജസ്റ്റ് ബിലോ ദി ലാമ്പ്? അപ്പോൾ എയും വേണം എനിക്ക്, എന്താണ് ഈ ഇലൂമിനേഷൻ അറ്റ് ഇ എയും വേണം, ഈ ബിയും വേണം. ബി എന്ന് പറയുന്ന പോയിന്റ് ആണ് ആൻഡ് അറ്റ് എ 0.5 മീറ്റർ എവേ ഫ്രം ദി ഫസ്റ്റ് പോയിന്റ്. ഇത് 5 മീറ്റർ, ഇത് 5 മീറ്റർ. അങ്ങനെയെങ്കിൽ ഇതെന്താണ്? ആർ ആണ്. ആർ ഇസ് ഈക്വൽ ടു അഗെയിൻ ഇസ് ഈക്വൽ ടു 5√2 ആണ്. ക്ലിയർ ആണോ? ഇവിടുത്തെ ഇൻറ്റൻസിറ്റി എത്രയാണ്? ലൂമിനസ് ഇൻറ്റൻസിറ്റി LIC എന്ന് പറയുന്നത് കാൻഡിലയാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 100 കാൻഡിലയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ഇവിടെ ഇ എ കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ഇ എ? എന്ത് മാത്രം എടുത്താൽ മതി? ഇൻവേഴ്സ് സ്ക്വയർ ലോ മാത്രം എടുത്താൽ മതി. ഇറ്റ് ഈസ് ഈക്വൽ ടു I/5² മാത്രം എടുത്താൽ മതി. ഈ ബി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യണം. I/r² ഇൻറ്റു കോസ് ഓഫ് തീറ്റ. ഇതാണ് എന്ത്? തീറ്റ എന്ന് പറയുന്നത്. ഇതും ഈക്വൽ ആണെങ്കിൽ തീറ്റ എന്താണ്? 45 ഡിഗ്രി തന്നെയാണ്. കോസ് തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു I/r എന്ന് പറയുന്ന r² എന്ന് പറയുന്നത് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 2 എന്ന് കിട്ടും അല്ലേ? 25 ഇൻറ്റു 2 ഇൻറ്റു കോസ് 45 1/√2 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് EA/EB എന്ന് പറയുന്നത് ഇത് ഈസ് ഈക്വൽ ടു എന്താണ്? I/25 ആണ്. I/25 ചോദിച്ചിരിക്കുന്നത് എന്താണ്? റേഷ്യോ ഓഫ് അറ്റ് പോയിന്റ് എ. അപ്പോൾ EA/EB തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു EA എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു I/25 ഇൻറ്റു 2√2 എന്ന് കിട്ടും. ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് മുകളിൽ പോകുമ്പോൾ 2√2:1 എന്ന് കിട്ടും. ആൻസർ 2√2:1 ആണ്. ബി ആണ് ആൻസർ. പോയിന്റ് ക്ലിയർ ആണോ? എന്താണോ ചോദിച്ചിരിക്കുന്നത് അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ 2 വാല്യൂസും കണ്ടുപിടിക്കുക, റേഷ്യോ കണ്ടുപിടിക്കുക. ഇതിൽ കൂടുതൽ വലിയ ക്വസ്റ്റൻ ഒന്നും ഒരിക്കലും ഇലിമിനേഷൻ ചോദിക്കില്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ലാംബേർട്സ് കൊസൈൻ ലോയും അതുപോലെ തന്നെ ഇൻവേഴ്സ് സ്ക്വയർ ലോ തന്നെയാണ്. അതിനെ വേറെ റേഷ്യോയുടെ ടേംസ് ചോദിച്ചിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ ഒരിക്കലും ഇതിന് തെറ്റില്ലല്ലോ, ഇനി നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ക്ലിയർ ആണല്ലോ? സോ നോക്കുക, ഇറ്റ് ഇസ് 2:1. ഞാൻ ഇതേ തന്നെ ആൻസറിൽ ഇട്ടിട്ടുണ്ട്. ക്യൂ കാർഡ് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമ്മുടെ സിലബസിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, എന്നാലും ഒരു 2 പോയിന്റ്സ് ഞാൻ അഡീഷണൽ പറയുകയാണ്. ഇൻ കേസ് വരികയാണെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പഠിച്ച ഈ കാൻഡിൽ നമുക്കറിയാം എന്തായിരുന്നു? LIC ലൂമിനസ് ഇൻറ്റൻസിറ്റി. അതിനെയാണ് നമ്മൾ കാൻഡില എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാൻഡിൽ പവർ എന്ന് പറയുന്നത് അല്ലേ? കാൻഡിൽ പവർ. ഇതിനെ നമുക്ക് 3 രീതിയിലൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. ആ ഡെഫിനിഷൻ ഇതുവരെ കേരള PSCക്ക് ചോദിച്ചിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ SSCക്ക് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അഡീഷണൽ പോയിന്റ് ആയിട്ട് പറയുന്നത്. നോക്കുക, 3 രീതി നമുക്ക് പറയാം.
മീൻ ഹൊറിസോണ്ടൽ കാൻഡിൽ പവർ MHCP. അഗെയിൻ ഇതിനൊന്നും നിങ്ങൾ കാണാതെ പഠിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും. പിന്നെ ഇതിൽ ആകെ അറിയേണ്ടത് ഒരു റേഷ്യോ മാത്രം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് നോക്കാം. സോ മീൻ ഹൊറിസോണ്ടൽ കാൻഡിൽ പവർ MHCP എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മീൻ ഓഫ് കാൻഡിൽ പവേഴ്സ് ഓഫ് സോഴ്സ് ഇൻ ഓൾ ഡയറക്ഷൻസ് ഇൻ ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ കണ്ടെയ്നിങ് ദി ലൈറ്റ് സോഴ്സ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. രണ്ടാമത് സ്പെറിക്കൽ കാൻഡിൽ പവർ. ഇതാണ് നമ്മൾ സാധാരണ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ, ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, കാൻഡിൽ പവർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ അതെന്താണ്? മീൻ സ്പെറിക്കൽ കാൻഡിൽ പവർ ആണ്. അതായത് നമ്മൾ ഇതുവരെ നമ്മൾ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ എല്ലാത്തിലെയും I എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ലൂമിനസ് ഇന്റൻസിറ്റി ആണ്. അത് കാൻഡിൽ പവർ ആണെന്നാണ് നമ്മൾ എടുത്തിരുന്നത്. അത് എന്ത് തന്നെയാണ്? ഇറ്റ് റെഫേഴ്സ് ടു മീൻ സ്പെറിക്കൽ കാൻഡിൽ പവർ, അതായത് എല്ലാ ഡയറക്ഷനിലോട്ടും പോകുന്ന ലൂമിനസ് ഫ്ലക്സ് ലൈൻസിന്റെ ഡെൻസിറ്റിയാണ്. ഓക്കെ, it is defined as the mean of candle power of source in all directions in all planes. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മീൻ ഹെമിസ്പെറിക്കൽ കാൻഡിൽ പവർ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? നമുക്ക് ഓൾ ഡയറക്ഷൻസ് തന്നെയാണ്, പക്ഷേ ഒന്നുകിൽ എബോവ് ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലെങ്കിൽ ബിലോ ദി ഹൊറിസോണ്ടൽ പ്ലെയിൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനൊരു ഫിഗർ വെച്ച് കാണിച്ചു തരാം. എഗെയിൻ ഞാൻ പറഞ്ഞു, ഇതിൽ ഒരുപാടൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, ഇത് ചോദിക്കാത്തൊരു ക്വസ്റ്റൻ ആണ്, പക്ഷേ ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്നാൽ ഒന്ന് കേട്ടിരുന്നാൽ അഥവാ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, വേറെ റിവൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറയാം. അപ്പോൾ ഇവിടെ MSCP ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീൻ സ്പെറിക്കൽ കാൻഡിൽ പവർ ആണെങ്കിൽ ഇറ്റ് ഇസ് ടോട്ടൽ ഫ്ലക്സ് ബൈ 4π ആണ്. ഇനി മീൻ ഹെമിസ്പെറിക്കൽ കാൻഡിൽ പവർ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഫ്ലക്സ് ഡിവൈഡ് ബൈ 2π ചെയ്താൽ മതി. മറ്റത് ഫ്ലക്സ് ഡിവൈഡ് ബൈ 4π ആണ് എന്ത്? സ്പെറിക്കൽ കാൻഡിൽ പവർ എന്ന് പറയുന്നത്. ഹെമിസ്പെറിക്കൽ ആണെങ്കിൽ എന്താ? 2π ചെയ്താൽ മതി. ഞാൻ നേരത്തെ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു സ്പിയറിന്റെ നമ്മൾ ടോട്ടൽ സോളിഡ് ആംഗിൾ പറയുകയാണെങ്കിൽ അത് 4π സ്റ്റെറേഡിയൻ ആണ് അല്ലേ? ഹെമിസ്ഫിയറിന്റെ വരുമ്പോഴത്തേക്ക് 2π സ്റ്റെറേഡിയൻ ആണ്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. നമുക്കൊരു കാര്യം നോക്കാം. ഞാൻ ഇപ്പോൾ പറഞ്ഞ മീൻ ഹൊറിസോണ്ടൽ കാൻഡിൽ പവർ എന്താണ്? നമ്മൾ ആ ഒരു പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ, ഈ ലൈറ്റ് സോഴ്സ് ഉള്ള ആ ഒരു പ്ലെയിൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്ലെയിനിലെ എല്ലാ ഡയറക്ഷനിലുള്ള കാൻഡിൽ പവറിന്റെ മീൻ ആണ് പറഞ്ഞിരിക്കുന്നത്. MHCP is defined as the mean of candle power of source in all directions in the horizontal plane containing the line source. കുറച്ചുകൂടി ക്ലിയർ ആയിട്ടൊക്കെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമുക്കില്ല, എന്നാലും വേണമെങ്കിൽ ഇതിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ അല്ലെങ്കിൽ ആ പ്ലെയിനിൽ ഉണ്ടാവുന്ന അതിലുള്ള എല്ലാത്തിൻ്റെയും കൂടി മീൻ കാൻഡിൽ പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീൻ ഹൊറിസോണ്ടൽ കാൻഡിൽ പവർ എന്ന് പറയുന്നത്. എഗെയിൻ ഈ ഡെഫിനിഷൻ ആവശ്യമൊന്നുമില്ല, പക്ഷെ ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു ഫാക്ടറിൽ നമുക്കിതൊന്ന് അറിഞ്ഞിരുന്നാൽ നല്ലത്, അത്രയേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഇനി ഇത് ഈ പ്ലെയിനിൽ മാത്രമേ ഉള്ള കാര്യമേ പറയുന്നുള്ളൂ. ഇനി അടുത്തത് സ്പെറിക്കലാണ് എടുക്കുകയാണെങ്കിൽ എല്ലാ ഡയറക്ഷനിലും XYZ അല്ലെങ്കിൽ എല്ലാ ഡയറക്ഷനിലും ഉള്ള കാര്യമാണ് ഈ പറയുന്നത്. എല്ലാ ഡയറക്ഷനിലും ഈ ലൈറ്റ് സോഴ്സ് എമിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഇസ് ഡിഫൈൻഡ് ആസ് ദ മീൻ ഓഫ് ദി കാൻഡിൽ പവർ ഓഫ് സോഴ്സ് ഇൻ ഓൾ ഡയറക്ഷൻസ് ഇൻ ഓൾ പ്ലെയിൻസ്. അതായത് ടോട്ടൽ ഫ്ലക്സ് ബൈ 4π ആണ്. ഇനി അടുത്തത് മീൻ ഹെമിസ്പെറിക്കൽ കാൻഡിൽ പവർ എന്താണ്? ഒന്നുകിൽ താഴോട്ടുള്ളത് അല്ലെങ്കിൽ മേളിലോട്ടുള്ളത്. അതും എന്ത് തന്നെയാണ്? ടോട്ടൽ ഫ്ലക്സ് ബൈ ഒന്നുകിൽ 2π അല്ലെങ്കിൽ 2π. ക്ലിയർ ആണോ? സോളിഡ് ആംഗിൾ 2π ഉള്ളൂ, ഹെമിസ്ഫിയർ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഇനി റിഡക്ഷൻ ഫാക്ടർ എന്താണെന്ന് കൂടി ഒന്ന് നോക്കാം. ഒന്നുമില്ല, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിന്, ഒരു സ്പിയർ, ഇത്ര മാത്രം ഓർത്താൽ മതി. സ്പിയർ ഏതിൻ്റെ മുകളിലിരിക്കുന്നു? ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസിന്, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെ മുകളിലിരിക്കുന്നു. S/H മീൻ സ്പെറിക്കൽ കാൻഡിൽ പവർ ബൈ ഹൊറിസോണ്ടൽ കാൻഡിൽ പവർ. ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്പിയർ ഇതിൻ്റെ താഴെ ഇരിക്കുന്നു എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞത്. റിഡക്ഷൻ ഫാക്ടർ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് എന്താണ്? മീൻ സ്പെറിക്കൽ കാൻഡിൽ പവർ ബൈ മീൻ ഹൊറിസോണ്ടൽ കാൻഡിൽ പവർ. സ്പെറിക്കൽ ബൈ ഹൊറിസോണ്ടൽ. ക്ലിയർ ആണോ? റിഡക്ഷൻ ഫാക്ടർ വെറുതെ ഒരു ഫാക്ടർ എന്താണെന്ന് വേണമെങ്കിൽ രണ്ട് വാല്യൂ തന്നിട്ട് റിഡക്ഷൻ ഫാക്ടർ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന സ്പെറിക്കൽ കാൻഡിൽ പവർ ബൈ ഹൊറിസോണ്ടൽ കാൻഡിൽ പവർ എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. അതുകൊണ്ട് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്പിയർ ബൈ, അല്ലെങ്കിൽ സ്പിയർ ഏതിൻ്റെ മുകളിലിരിക്കുന്നു? ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ മുകളിലിരിക്കുന്നു. സ്പിയർ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെ മുകളിലിരിക്കുന്നു. ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. സിമ്പിളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. എ ലാമ്പ് ടേക്സ് ഇൻ 5 amperes at 250 volt and emits 800 lumens. Its MSCP is MSCP എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ സ്പെറിക്കൽ കാൻഡിൽ പവർ അല്ലേ? മീൻ സ്പെറിക്കൽ കാൻഡിൽ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു, അത് കാൻഡിൽ പവർ തന്നെയാണ് അല്ലേ? കാൻഡിൽ പവർ തന്നെയാണ്. അതായത് അതിൻ്റെ യൂണിറ്റ് എന്താണ്? കാൻഡിലയാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് ലൂമൻ പെർ സ്റ്റെറേഡിയൻ ആണ് അല്ലേ? കാൻഡില എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൂമൻ പെർ സ്റ്റെറേഡിയൻ ആണ്. നമുക്കിവിടെ MSCP ആണ്, സ്പെറിക്കലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റെറേഡിയൻ്റെ വരെ എന്താ? ലൂമൻ ബൈ 4π ആണ്, സ്പെറിക്കൽ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? MSCP എന്ന് പറയുന്നത് ലൂമൻ പെർ 4π ആണ്. എത്ര ലൂമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്? 8000 ലൂമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈ 4π ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2000 ബൈ π. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ MSCP എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ലൂമൻസ് ബൈ 4π.
സ്പിയർ ആയതുകൊണ്ടാണ് ഇവിടെ 4π വന്നത്. ഹെമിസ്ഫിയർ ചോദിക്കുകയാണെങ്കിൽ എന്താണ് 2π ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇവിടെ സ്പിയർ ആയതുകൊണ്ട് 4π ആണ്. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇനി അത് ഞാനിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. സി എ ലാമ്പ് ഹാസ് എ മീൻ സ്പെറിക്കൽ കാൻഡിൽ പവർ ഓഫ് 25. അപ്പോൾ MSCP തന്നിട്ടുണ്ട്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് തന്നെയാണ് എന്ത് കാൻഡില എന്ന് പറയുന്നത്. അതായത് വെറുതെ കാൻഡിൽ പവർ എന്ന് പറഞ്ഞ് വെറുതെ കാൻഡിൽ പവർ തന്നിരിക്കുകയാണെങ്കിൽ എന്താണ് അത് MSCP ആണ് തന്നിരിക്കുന്നത്. ഇസ് ഈക്വൽ ടു 25 തന്നിട്ടുണ്ട്, 25 കാൻഡിലാണ് ഉദ്ദേശിക്കുന്നത്. The total flux of light from the lamp, നമുക്കറിയാം MSCP എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 5 അല്ലെങ്കിൽ ലൂമെൻസ് ബൈ എന്താണ് 4π ആണ് അല്ലേ, സ്പെറിക്കൽ ആയതുകൊണ്ട്. അപ്പോൾ 5 എത്രയെന്ന് ചോദിച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 4π ചെയ്താൽ മതി, ദാറ്റ് ഈസ് ഈക്വൽ ടു 100π ചെയ്താൽ മതി, ദാറ്റ് ഈസ് ഈക്വൽ ടു 314 ചെയ്താൽ മതി. 314 ലൂമെൻസ് ആണ് ആൻസർ. 314 ലൂമെൻസ് ഉണ്ട് ആൻസർ ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട്. സിമ്പിളാണ്. ഇനി a lamp of 500 watts having MSCP of 1000 is suspended at a height of 2.7 meter. അപ്പോൾ calculate the illumination directly below the lamp at the working plane. അപ്പോൾ ഇവിടെ again ഞാൻ പറഞ്ഞു, ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുകയാണ് MSCP എന്ന്. വെറുതെ കാൻഡിൽ പവർ എന്ന് പറഞ്ഞിരുന്നാലും എന്തിനാണ് 1000 തന്നെയാണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ദി ഇലിമിനേഷൻ ഡയറക്ട്ലി ബിലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പോയിന്റ്, ഡയറക്ട്ലി ബിലോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, I/R² ചെയ്താൽ മതി. രണ്ട് മെത്തേഡിൽ വേണമെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യാം, സെയിം ആൻസർ തന്നെ കിട്ടും. അതായത് മെത്തേഡ് 1ഉം മെത്തേഡ് 2ഉം. മെത്തേഡ് 1 എന്ന് പറയുന്നത് I/R² ഡയറക്ട്ലി ചെയ്യുക, കാരണം ഇലിമിനേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഇന്റൻസിറ്റി, ദാറ്റ് ഇസ് ലൂമൻ പെർ, അല്ലെങ്കിൽ ദാറ്റ് ഇസ് ഹിയർ ഇറ്റ് ഇസ് ഈക്വൽ ടു ഇറ്റ് ഇസ് കാൻഡില ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ. അതെന്തിനാണ് 137.17 തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ MSCP ഫ്ലക്സ് ബൈ 4π ചെയ്തിട്ട് ഫ്ലക്സ് കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇലിമിനേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം തന്നെ കിട്ടും. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിളാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടേം സിലബസിൽ ഒന്നും തന്നെ മെൻഷൻ ചെയ്തില്ല, ഒരു കൗതുകം തോന്നിയുകൊണ്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പോളാർ കർവ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. നമുക്കറിയാം ഒരു ലൈറ്റ് സോഴ്സ്, ഒരു ലാമ്പ് ഉണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും യൂണിഫോം ആയിട്ടായിരിക്കില്ല എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനും യൂണിഫോം ആയിരിക്കില്ല. അപ്പോൾ ഓരോ ഡയറക്ഷനും അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് അറിയാനായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതാണ് എന്ത്, പോളാർ കർവ് എന്ന് പറയുന്നത്. അത്രമാത്രം അറിഞ്ഞാൽ മതി. ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ അത് തന്നെ വളരെ റയർ ചാൻസ് മാത്രമേ ഉള്ളൂ. പോളാർ കർവ് ഞാൻ the plots drawn between the candle power and angular position, അതായത് ഓരോ പൊസിഷനിലും വാല്യൂസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ ഡയറക്ഷനിലും എത്ര ആയിരിക്കും അതിൻ്റെ പ്ലോട്ട് ബിറ്റ്വീൻ കാൻഡിൽ പവർ ആൻഡ് ആംഗുലാർ പൊസിഷൻ. ഇവിടുത്തെ കാൻഡിൽ പവർ, കാരണം എല്ലാ ഡയറക്ഷനും എന്തായിരിക്കില്ല, യൂണിഫോം ആയിരിക്കണം ഒരു നിർബന്ധമില്ല, പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലോട്ടാണ് പോളാർ കർവ് എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. കണ്ടോ, ഡ്യൂ ടു അൺസിമെട്രിക്കൽ ഷേപ്പ് ഓഫ് ദി ലാംപ്സ് ദ ലൂമിനസ് ഇന്റൻസിറ്റി ഇസ് നോട്ട് യൂണിഫോം ഇൻ ഓൾ ഡയറക്ഷൻസ്. ദ ലൂമിനസ് ഇന്റൻസിറ്റി ഇൻ ഓൾ ഡയറക്ഷൻസ് ക്യാൻ ബി റെപ്രസെന്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് പോളാർ കർവ്. അതിനെയാണ് പോളാർ കർവ് എന്ന്. ഓരോ സ്ഥലത്തും എന്തായിരിക്കും, ഓരോ പോയിന്റിലും എന്തായിരിക്കും, ഓരോ ലൂമിനസ് ഇന്റൻസിറ്റി ആയിരിക്കും അല്ലേ. കാരണം എന്താ, ഡിഫറെൻറ്റ് ഷേപ്പ് ആയിരിക്കും. മാത്രമല്ല സറൗണ്ടിങ്ങിൻ്റെ പ്രോപ്പർട്ടീസ് കൊണ്ടൊക്കെ കാരണങ്ങൾ കൊണ്ട് എന്തായിരിക്കാം, ഓരോ സ്ഥലത്തും ഓരോ വാല്യൂ ആയിരിക്കും അല്ലേ. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കർവാണ് എന്ത്, പോളാർ കർവ്. അത്ര മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. വേണമെങ്കിൽ ഈ പോളാർ കർവ് എന്തിനൊക്കെ യൂസ് ചെയ്യാം, ആക്ച്വലി ഇലിമിനേഷൻ കണ്ടുപിടിക്കാൻ, MS നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാൻഡിൽ പവേഴ്സ്, അതായത് മീൻ ഹൊറിസോണ്ടൽ, മീൻ സ്പെറിക്കൽ, മീൻ ഹെമിസ്പെറിക്കൽ കാൻഡിൽ പവർ ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോളാർ കർവ് യൂസ് ചെയ്യാം. ഇനി ഒരു അഡീഷണൽ പോയിന്റ് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദ മീൻ സ്പെറിക്കൽ കാൻഡിൽ power of a symmetrical source of light can be determined using polar curves by means of Ross's construction. ഇത് ജസ്റ്റ് ഞാനൊരു പോയിന്റ് പറഞ്ഞെന്നുള്ളൂ, ഇതൊന്നും സിലബസിൽ ഇല്ലാത്ത പോയിന്റാണ്. പക്ഷേ പലപ്പോഴും ഈ ഇങ്ങനത്തെ ചെറിയ ഏരിയാസിൽ നിന്ന് ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നേക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സാധാരണ ചോദിക്കുകയാണെങ്കിൽ ഇത് മാത്രമേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അഥവാ ചോദിക്കുകയാണെങ്കിൽ, ഇത് റയറസ്റ്റ് ഓഫ് റെയർ കേസാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി, ഒന്ന് റിവൈസ് ചെയ്യലും വേണ്ട. ഇത് ഇപ്പം നിങ്ങൾ കേട്ടിരുന്നാൽ നാളത്തെ എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ അറ്റൻഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ കാൻഡിൽ പവർ ഓഫ് എ lamp placed normal to the working plane is 60 candela, 60 CD അല്ലേ. ചിലപ്പോൾ CP എന്ന് വേണമെങ്കിൽ പറയാം, കാൻഡിൽ പവർ എന്ന് വേണമെങ്കിൽ തന്നിട്ടുണ്ടാവും. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ഇഫ് ദി ഇലുമിനേഷൻ ഇസ്. അപ്പോൾ ഇലുമിനേഷൻ എന്ന് പറയുന്ന E എന്ന് പറയുന്നത് എത്രയാണ്, ഇറ്റ് ഇസ് ഈക്വൽ ടു 15. ഇറ്റ് ഇസ് ഈക്വൽ ടു I by is placed normal to the working plane by D² അല്ലെങ്കിൽ R², എന്ത് വേണോ വരാം അല്ലേ. അപ്പം ഇത് തന്നിട്ടുണ്ട്, ഇറ്റ് ഇസ് ഈക്വൽ ടു 60 by R² ആണ്. അപ്പോൾ R² is equal to 60 by 15 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ R എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ 2 മീറ്റർ ആണ് ആൻസർ. ഞാനിവിടെ ഇട്ടിട്ടുണ്ട് 2 മീറ്റർ ആണ് ആൻസർ. സിമ്പിളാണ്. ഇനി യൂട്ടിലൈസേഷൻ ഫാക്ടർ ഓർ കോയിഫിഷ്യന്റ് ഓഫ് യൂട്ടിലൈസേഷൻ, ഇത് നമുക്ക് നോക്കാം. അതായത് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എ റേഷ്യോ ഓഫ് ടോട്ടൽ ലൂമൻസ് റീച്ചിങ് ദി വർക്കിംഗ് പ്ലെയിൻ ടു ദി ടോട്ടൽ ലൂമൻസ് ഗിവൺ ഔട്ട് ബൈ ദി ലാമ്പ്. ഈ ഡെഫിനിഷനിലേക്ക് വരാം. അതിന് മുമ്പ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ഭയങ്കര സിമ്പിളാണ്. നോക്കുക, റൂം 12 into 12 meter is lit by 10 lamps to a fairly uniform illumination of പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇലൂമിനേഷൻ എന്ന് പറയുന്നത് E ആണ്. ഇലൂമിനേഷൻ തന്നിരിക്കുന്നത് എത്രയാണ്, E is given by E is equal to 100
ലൂമൻ പെർ മീറ്റർ സ്ക്വയർ ആണ്. നമുക്ക് ഡെഫിനിഷൻ ഓൾറെഡി അറിയാം, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ ഉള്ളൂ, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. സോ ഹിയർ 100 ലൂമൻ പെർ മീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഇലുമിനേഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് എന്ത് ലക്സ് എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് ഈസ് ഈക്വൽ ടു 100 ലക്സ്. ഇനി കാൽക്കുലേറ്റ് ദ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്നാണ് അല്ലെങ്കിൽ കോയിഫിഷ്യൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ദി ഔട്ട്പുട്ട് ഓഫ് ഈച്ച് ലാമ്പ് എന്ന് പറയുന്നത്, സി ഇവിടെ എത്ര ലാമ്പ് ഉണ്ട്, 10 ലാംപ്സ് ഉണ്ട്. ഈച്ച് ലാമ്പ് എന്ന് പറയുമ്പോൾ അതിൽ ടോട്ടൽ ഫ്ലക്സ് ഔട്ട്പുട്ട് ഈ 10 ലാമ്പും കൂടി തരുന്നത് എത്രയാണ്, 1600 ഒരാളുടെ ഇൻറ്റു 10. അപ്പോൾ എത്രയാണ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 16,000 ലൂമൻസ് ആണ് അല്ലേ. 1600 10 16,000 ലൂമൻസ് ആണ് എന്ത്, ഈ 10 ബൾബും കൂടി തരുന്ന പ്രകാശം അല്ലെങ്കിൽ ഈ പറയുന്ന ലൂമൻസ് എന്ന് പറയുന്നത്. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത്, ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഇത്രയും ലൂമൻസ് ഈ 10 ബൾബിൽ നിന്നും കൂടി പുറത്ത് വരുന്നുണ്ട് ആണല്ലോ. ഇനി നമുക്കൊരു റൂം തന്നിട്ടുണ്ട്. ആ റൂം എന്ന് പറയുന്നത് ഇങ്ങനെ റൂമാണ്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 12x12 ആണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ഈ 12x12 റൂമിൽ ഒരു യൂണിഫോം ഇലൂമിനേഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഇലൂമിനേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, ആ ഇലൂമിനേഷൻ്റെ ഇ ആണ്. ആ ഇലൂമിനേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 ലൂമൻ പെർ മീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ ഈ പോയിന്റ് ഞാൻ എടുക്കുകയാണ്. ഈ പോയിന്റുള്ള ഇലൂമിനേഷൻ ആണ് തന്നിരിക്കുന്നത് 100 ലൂമൻ പെർ മീറ്റർ സ്ക്വയർ. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ അപ്പോൾ ഈ സർഫസിൽ ഓൺ ആൻ ആവറേജ് എത്ര ലൂമൻസ്, എത്ര ഫ്ലക്സ് ഇവിടെ എത്തുന്നുണ്ട്, 100 ഇൻറ്റു ഈ ഏരിയ ചെയ്താൽ പോരെ. സോ 100 ഇൻറ്റു ഈ ഏരിയ എന്ന് പറയുന്നത് 12x12 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 144 ആണ്. അതായത് ഈ ഒരു സർഫസിൽ അല്ലെങ്കിൽ ഈ ഒരു സർഫസിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ വിച്ച് ഹാസ് എ യൂണിഫോം ഇലൂമിനേഷൻ ഓഫ് 100 ലൂമൻ പെർ മീറ്റർ സ്ക്വയർ. 100 ലൂമൻ പെർ മീറ്റർ സ്ക്വയർ പറഞ്ഞാൽ ഈ പോയിന്റിൽ അല്ലെങ്കിൽ ഈ സർഫസിൽ ഏത് പോയിന്റ് ഞാൻ എടുത്താലും അവിടെ ഓൺ ആൻ ആവറേജ് എനിക്ക് എത്ര കിട്ടുന്നുണ്ട്, എനിക്കവിടെ ഓൺ ആൻ ആവറേജ് കിട്ടുന്ന ഇലൂമിനേഷൻ എന്ന് പറയുന്നത് എത്രയാണ്, ഇലൂമിനേഷൻ അല്ലെങ്കിൽ ടോട്ടൽ ലൂമൻസ് എന്ന് പറയുന്നത് എത്രയാണ്, ടോട്ടൽ ലൂമൻസ് എന്ന് പറയുന്നത് 3 ലൂമൻസ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ മൊത്തം നമ്മൾ ഈ 10 ലാമ്പും കൂടി പുറത്ത് വിട്ടത് എത്രയാണ്, 16,000 ലൂമൻസ് ആണ്. പക്ഷേ ഈ സർഫസിൽ നമ്മൾ മെഷർ ചെയ്തപ്പോൾ നമുക്ക് എത്രയേ കിട്ടുന്നുള്ളൂ, 14,400 ലൂമൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫാക്ടർ എല്ലാം തന്നെ ലെസ് ദാൻ 1 ആയിരിക്കും അല്ലേ. അപ്പോൾ 1400 ബൈ 16,000 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് യൂട്ടിലൈസേഷൻ ഫാക്ടർ. അതായത് നമ്മൾ ഈ 10 ലാമ്പ് വെച്ച് ഇത്രയും ലൂമൻസ് പുറത്ത് വിട്ടാലും ഒരു സർഫസ് ഞാൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ലിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയ ഞാൻ എടുക്കുമ്പോഴത്തേക്കും ആ ഏരിയയിൽ ഒരു യൂണിഫോം ഇലൂമിനേഷൻ എന്ന് പറയുന്നത് എത്രയേ എനിക്കുള്ളൂ, അല്ലെങ്കിൽ ഏത് കാരണം മാത്രമേ ഉള്ളൂ, ഇത്രയും ലൂമൻസ് കാരണം മാത്രമേ കിട്ടുന്നുള്ളൂ. പോയിന്റ് ക്ലിയർ ആണോ? അതാണ് യൂട്ടിലൈസേഷൻ ഫാക്ടർ കൊണ്ട് അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ കോയിഫിഷ്യൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രോബ്ലം ക്ലിയർ ആയെങ്കിൽ നമുക്ക് ഡെഫിനിഷനിലേക്ക് ഒന്നും കൂടി പോകാം. യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ലൂമൻസ് റീച്ചിങ് ദി വർക്കിംഗ് പ്ലെയിൻ. നമ്മൾ ഈ പറയുന്ന 12x12 ഉള്ള ഒരു റൂമിൽ ആ സർഫസിലേക്ക് എത്തുന്ന ലൂമൻസ് ബൈ എന്താണ്, ടോട്ടൽ ലൂമൻസ്. ഈ 10 ബൾബും കൂടി 10 ബൾബ് പുറത്ത് വിടുന്ന ലൈറ്റ് ഇൻറ്റു 10 ഉണ്ട് കേട്ടോ. 10 ബൾബുണ്ട്. ഈ 10 ബൾബും ഈ തരുന്ന പുറത്ത് വിടുന്ന എന്താണ്, ഈ പറയുന്ന ലൂമൻസ് ആണ്. ഈ ലൂമൻസ് എത്ര ഉണ്ടായിരുന്നു, 16,000 ഉണ്ടായിരുന്നു അല്ലേ. ഈ സർഫസിൽ എത്രയേ കിട്ടിയുള്ളൂ, 1400 ലൂമൻസ് മാത്രമേ കിട്ടിയുള്ളൂ. ആ റേഷ്യോ ആണ് യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 ആയിരിക്കും. പോയിന്റ് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാ ഇവിടെ ഞാനത് ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 0.9 എന്ന് കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ കോൺസെപ്റ്റാണ്, ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു 60 വാട്ട് ലാമ്പ് തന്നിട്ടുണ്ട്. ഹാവിങ് എ ലൂമിനസ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 5 ആണ് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1500 ലൂമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇറ്റ്സ് എഫിഷ്യൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 60 വാട്ട് ലാമ്പ് ഇത്രയും ലൂമൻസ് വരുന്നു. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ് ഈസ് ഈക്വൽ ടു എത്ര ലൂമൻസ് പെർ വാട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1500 ബൈ 60 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 25 ലൂമൻ പെർ വാട്ട്സ് എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഇവിടെ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 25. അപ്പോൾ ഇവിടെ 25 ലൂമൻ പെർ വാട്ട്. എഫിഷ്യൻസി ചോദിക്കുകയാണെങ്കിൽ യൂണിറ്റ് തന്നെ നോക്കുക. ലൂമൻ പെർ വാട്ട് 25 ലൂമൻസ് പെർ വാട്ട് ആണ്. അപ്പോൾ ഒരു വാട്ടിൽ നിന്ന് എത്ര കിട്ടുന്നതാണ് മീൻ ചെയ്യുന്നത്, 25 ലൂമൻസ് കിട്ടുന്നതാണ് ഇത് മീൻ ചെയ്യുന്നത്. അതാണ് എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ഡയറക്റ്റ് ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റൻ, നല്ല ക്വസ്റ്റൻ. ഈ ക്വസ്റ്റിനോടുകൂടി നമുക്ക് എൻഡ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സി റൂം ഹാസ് എൻ ഏരിയ ഓഫ് ഏരിയ തന്നിട്ടുണ്ട്. എത്രയാണ്, 6 × 9 മീറ്റർ. 9 × 6 എന്ന് പറയാം. ഓക്കെ, വി ഹാവ് 9 × 6. അപ്പോൾ 9 × 6 96. എലിമിനേറ്റഡ് ബൈ 10 80 വാട്ട് ലാംപ്സ്. 80 വാട്ട് ലാംപ്സ് ഉണ്ട് ഇൻറ്റു 10 ആണ്. അപ്പോൾ മൊത്തം എത്രയാണ്, 800 വാട്ട്സ് അവിടെ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ദ ലൂമിനസ് എഫിഷ്യൻസി ഓഫ് ദ ലാമ്പ് ഇസ് 80 ലൂമൻസ് പെർ വാട്ട്. അപ്പോൾ
ടോട്ടൽ ലൂമൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 800 വാട്ട്സ് ഉണ്ട്. ഓരോ വാട്ടിൽ നിന്ന് എത്ര ലൂമൻസ് കിട്ടും? 80 ലൂമൻസ് കിട്ടും. ഇൻറ്റു 80 ലൂമൻസ് പെർ വാട്ട് എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 64,000 ലൂമൻസ് കിട്ടും. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എത്രയാണ്? അല്ലെങ്കിൽ ടോട്ടൽ ലൂമൻസ് എന്ന് പറയുന്നത് 64,000 ലൂമൻസ് ആണ്. എന്ത്? ഈ 10 ബൾബും കൂടി എന്ത് ചെയ്യുന്നത്? എമിറ്റ് ചെയ്യുന്നത് മൊത്തം എത്രയുണ്ട്? 64,000 ലൂമൻസ് ഉണ്ട്. ഈ 10 ഡ്യൂ ടു എന്താണ്? 10 ലാംപ്സ്, 10 80 വാട്ട് ലാംപ്സ്. ഇനി ദ കോഎഫിഷ്യന്റ് ഓഫ് യൂട്ടിലൈസേഷൻ ഇസ് 0.65. അതായത് ഇവന്മാർ ഇത്രയും എമിറ്റ് ചെയ്യുന്നുണ്ട്, സമ്മതിച്ചു. പക്ഷേ ഈ സർഫസിൽ എത്ര എത്തുന്നുണ്ടാവുള്ളൂ? ഈ സർഫസിൽ എത്തുന്നത് നമുക്കറിയാം. യൂട്ടിലൈസേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? സർഫസിൽ എത്തുന്നത് ഇൻ സർഫസ്, ലൂമൻസ് ഇൻ സർഫസ് ബൈ ലൂമൻസ് എമിറ്റഡ് അല്ലേ? അതാണ് തന്നിരിക്കുന്നത് 0.65 എന്ന്. ഡെഫിനിഷൻ നമുക്ക് അറിയാമെന്നുള്ളത് ഞാൻ അടുത്ത സ്ലൈഡിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്താണ്? സോ ഇവിടുത്തെ നമുക്ക് ഈ സർഫസിൽ അവൈലബിൾ ആയിട്ടുള്ള ലൂമൻസ് ഇൻ അല്ലെങ്കിൽ അവൈലബിൾ ഇൻ ദി സർഫസ് അല്ലെങ്കിൽ ഇൻ ദി വർക്കിംഗ് പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ എമിറ്റഡ് 64,000 ഇൻറ്റു എത്രയേ ഉള്ളൂ? അതിൻ്റെ 6.65 ടൈംസേ ഉള്ളൂ. ക്ലിയർ ആണോ? അതാണ് എന്ത്? ടോട്ടൽ ഫ്ലക്സ് അവൈലബിൾ ഇൻ ദി റൂം അല്ലേ? ആ റൂമിലെ സർഫസിൽ അല്ലെങ്കിൽ ആ റൂമിലെ ഏരിയയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അവൈലബിൾ ഇൻ ദി വർക്കിംഗ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ആ സർഫസിൽ അല്ലെങ്കിൽ ആ റൂമിൽ അവൈലബിൾ എത്രയേ ഉള്ളൂ? 64,000 ഇൻറ്റു 0.65 ലൂമൻസ് മാത്രമേ ആ സർഫസിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇവിടെ എമിറ്റ് ചെയ്യുന്നത് 64,000 ലൂമൻസ് ആണ്. സർഫസിൽ നമുക്ക് എത്ര കിട്ടുള്ളൂ? 64,000 ഇൻറ്റു 0.65 കിട്ടുള്ളൂ. ക്ലിയർ ആണോ? ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ആവറേജ് ഇലുമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്ലക്സ് ബൈ മീറ്റർ സ്ക്വയർ ആണ് അല്ലേ? സോ ഇവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് സർഫസിൽ എത്രയാണ്? 64,000 ഇൻറ്റു 0.65 ഡിവൈഡഡ് ബൈ ഏരിയ. ഇതിൻ്റെ ഏരിയ എത്രയാണ്? 9 ഇൻറ്റു 6 54 എന്ന് കിട്ടും. ആൻസർ എന്ന് പറയുന്നത് കിട്ടാൻ പോകുന്ന വാല്യൂ ഇറ്റ് ഇസ് ഈക്വൽ ടു 770.37 ലക്സ് എന്ന് കിട്ടും. ഈ 64,000 ഇൻറ്റു 0.65 എന്ന് പറയുന്നത് 41,600 ലൂമൻസ് ആണ്. അത് ബൈ 54 ചെയ്താൽ നിങ്ങൾക്ക് ആൻസറായി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് വരികയാണെങ്കിൽ പോലും ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കിയിട്ട് പോവാം. എഗെയിൻ ആദ്യം ഞാൻ പറഞ്ഞ പോലെ FIEL അല്ലേ? ഫ്ലക്സ്, ഇൻറ്റൻസിറ്റി, ഇല്യൂമിനേഷൻ ആൻഡ് ലൂമിനൻസ്. അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ് നമ്മൾ ഓൾറെഡി തന്നെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോഡ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ഫീൽ ചെയ്യുക FIEL ഇല്യൂമിനേഷൻ. അപ്പോൾ ആ ടേംസ് എല്ലാം തന്നെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഈ സെഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അഥവാ നമ്മുടെ എക്സാമിന് വരികയാണെങ്കിൽ ഡയറക്റ്റ്ലി തന്നെ അറ്റംപ്റ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ ഒരു സെഷൻ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.